സന്ധിവേദന, നടുവേദന തുടങ്ങിയ നാഡീസംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഇത് ഒരു ഗ്ലാസ് കുടിക്കുക. എല്ലുകൾക്കുണ്ടാകുന്ന സകല പ്രശ്നങ്ങളും ദൂരീകരിക്കാൻ ഇത് സഹായിക്കും. എല്ലുകൾക്കും പല്ലുകൾക്കും 100 ഇരട്ടി ബലം നൽകി എല്ലുപൊട്ടൽ, എല്ലു തേയ്മാനം എന്നീ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഇത് സഹായിക്കും. കൂടാതെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനും കൂടാതെ PCOD തുടങ്ങിയ ഹോർമോൺ ബാലൻസ് ചെയ്യാനും ഈയൊരു റെമഡി ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. കാൽസ്യക്കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയും കാൽസ്യം അടങ്ങിയ മറ്റു ഭക്ഷണങ്ങളെക്കുറിച്ചുമാണ് ഞാനിന്ന് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് കാൽസ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സന്ധിവേദന, നടുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ കാണപ്പെടുന്നതും ശരീരത്തിൽ കാൽസ്യം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഭക്ഷണത്തിലൂടെ കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ കഴിയും. കാൽസ്യത്തിൻ്റെ കലവറയായി കണക്കാക്കപ്പെടുന്നത് പാലിനെയാണ്. എന്നാൽ പാലിന് പകരമായി കാൽസ്യം അടങ്ങിയ മറ്റു ഭക്ഷണങ്ങളും ഡയറ്റിൽ ഉൾപ്പെടുത്തി കാൽസ്യത്തിൻ്റെ കുറവ് നമുക്ക് പരിഹരിക്കാം. കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്ന ഈ ഒരു ഹോം റെമഡി അല്ലെങ്കിൽ നാച്ചുറൽ റെമഡി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. കാൽസ്യം ഡെഫിഷ്യൻസി പരിഹരിക്കാനായി ബദാം മിൽക്കാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഈയൊരു ബദാം മിൽക്ക് തയ്യാറാക്കാനായി ഒരു പാത്രത്തിലേക്ക് 10-12 ബദാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. ഇനി ഇത് ഒരു രാത്രി മുഴുവൻ സോക്ക് ചെയ്യാൻ വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ ഈ ബദാമിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. കാൽസ്യത്തിൻ്റെ പവർ ഹൗസാണ് ബദാം. ഇത് എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഈ തൊലി കളഞ്ഞ ബദാം ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/4 കപ്പ് പാലൊഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുത്ത ഈ ബദാം പേസ്റ്റ് ഒരു സോസ് പാനിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് പാൽ കൂടെ ചേർക്കുക. ഇനി ഇത് നന്നായി തിളപ്പിക്കുക. തിളയ്ക്കുന്നതിന് മുൻപായി ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. അതും കൂടെ ചേർക്കുക. ആദ്യം ഈ പാലിലേക്ക് 1/4 ടീസ്പൂൺ ഓർഗാനിക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ഏലക്ക ഒന്ന് തൊലി പൊളിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നന്നായി തിളപ്പിക്കുക. പാല് അല്പം തിക്കാവാൻ തുടങ്ങുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. കാൽഷ്യം റിച്ച് ബദാം മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക, കുടിക്കുക. ഇത് അരിച്ചെടുക്കൊന്നും ചെയ്യരുത്. ഇത് ഡയറക്റ്റായിട്ട് തന്നെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കണം. കാൽഷ്യം ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കാൽസ്യക്കുറവ് പരിഹരിക്കാനായി ഈയൊരു റെമഡി മാത്രം ട്രൈ ചെയ്താൽ പോരാ. ഇതിൻ്റെ കൂടെ കാൽഷ്യം അടങ്ങുന്ന ഭക്ഷണങ്ങൾ കൂടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് കാൽഷ്യം പൂർണ്ണമായി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. പാലിനേക്കാൾ 100 ഇരട്ടി കാൽഷ്യമുള്ള ഭക്ഷണങ്ങളുണ്ട്. അതെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഈ ഭക്ഷണങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കാൽഷ്യം ലഭിക്കുന്നതായിരിക്കും. കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ സാൽമൺ, മത്തി തുടങ്ങിയ മത്സ്യങ്ങൾ കഴിക്കാം. ഇവയിൽ വൈറ്റമിൻ ഡിയും ഒമേഗ 3 ഫാറ്റി ആസിഡും അടങ്ങിയിരിക്കുന്നു. കൂടാതെ ഇലക്കറികളും ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പോഷകങ്ങൾ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഇലക്കറികളിൽ നിന്നും ശരീരത്തിനാവശ്യമായ കാൽഷ്യം ലഭിക്കുന്നതായിരിക്കും. അതിനാൽ ചീര, മുരിങ്ങയില, ബ്രൊക്കോളി തുടങ്ങിയ ഇലക്കറികളും ഡയറ്റിൽ ഉൾപ്പെടുത്തുക. 100 ഗ്രാം ചീരയിൽ 99 മില്ലിഗ്രാം കാൽഷ്യം അടങ്ങിയിരിക്കുന്നു. കൂടാതെ കാൽഷ്യം ലഭിക്കാൻ വേണ്ടി ബദാം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്. 1 കപ്പ് ബദാമിൽ 385 ഗ്രാം കാൽഷ്യം അടങ്ങിയിരിക്കുന്നു. ഒരു ദിവസം ശരീരത്തിന് ആവശ്യമുള്ള കാൽഷ്യത്തിൻ്റെ 1/3 ഭാഗം കാൽഷ്യം ബദാമിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് മുട്ട. വൈറ്റമിൻ ഡിയുടെ നല്ലൊരു ഉറവിടമാണ് മുട്ട. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും മുട്ടയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. കാൽഷ്യത്തിൻ്റെ ആഗിരണത്തിന് വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് മുട്ട ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അടുത്തത് സോയാബീൻ. കാൽഷ്യത്തിൻ്റെ മികച്ച ഉറവിടമാണ് സോയാബീൻ. ഇതിൽ വൈറ്റമിൻ ഡിയും കാണപ്പെടുന്നു. കൂടാതെ ഗ്ലൂട്ടൻ ഫ്രീ ആയ ഫുഡ് കൂടിയാണ് സോയാബീൻ. 100 ഗ്രാം സോയാബീനിൽ 280 മില്ലിഗ്രാം കാൽഷ്യം അടങ്ങിയിരിക്കുന്നു. കൂടാതെ ഇതിൽ ധാരാളം വൈറ്റമിൻസും മാഗ്നീഷ്യം, സിങ്ക് എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നു. ഓസ്റ്റിയോപോറോസിസ് പോലുള്ള പ്രശ്നങ്ങൾ ദൂരീകരിക്കാൻ സോയാബീൻ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത് റാഗി. ഇതിനെ ഫിംഗർ മില്ലറ്റ് എന്നാണ് പറയുന്നത്. 100 ഗ്രാം റാഗിയിൽ 344 മില്ലിഗ്രാം കാൽഷ്യമാണ് അടങ്ങിയിരിക്കുന്നത്. അതിനാൽ കാൽഷ്യം ലഭിക്കുന്നതിനുള്ള മികച്ച ഉറവിടമാണ് റാഗി. റാഗിയും ഗ്ലൂട്ടൻ ഫ്രീ ആയ ഫുഡ് കൂടിയാണ്. കൂടാതെ റാഗിയിൽ പൊട്ടാസ്യം ധാരാളമുള്ളതിനാൽ ഹൈ BP കുറയ്ക്കാൻ സഹായിക്കും. എല്ലുകൾക്ക് നല്ല ബലം നൽകി എല്ലുപൊട്ടൽ തടയാൻ ഇത് സഹായിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് പാലിനേക്കാൾ 100 ഇരട്ടി കാൽഷ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ. കാൽഷ്യക്കുറവുള്ളവർ ഈ പറയുന്ന ഭക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. കൂടാതെ ഈയൊരു നാച്ചുറൽ റെമഡിയും ട്രൈ ചെയ്യുക. ഈയൊരു നാച്ചുറൽ റെമഡിയും ഡയറ്റും കൂടെ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാൽഷ്യക്കുറവ് പരിഹരിക്കാൻ സാധിക്കുന്നതായിരിക്കും.
അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്